ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നസ്താസ് കിച്ചൺ. ഞാനിന്നിവിടെ ചിക്കൻ ഒരു പുതിയ വിഭവമായിട്ടാണ് വന്നത്. ഗ്രീൻ ചിക്കൻ മസാല. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, തൈര്, പുതിനയില, കറിവേപ്പില, പച്ചമുളക്, ചെറുനാരങ്ങ, ഇഞ്ചി എന്നിവയാണ്. ഇനി നമുക്കൊരു മിക്സി എടുത്ത് അതിലേക്ക് പച്ചമുളക്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, പുതിനയില ഇവയെല്ലാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഈ മസാല നേരത്തെ എടുത്തു വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ എടുത്തു വെച്ച ചെറുനാരങ്ങ നീരാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒന്ന് കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇത് വേവാനുള്ള വെള്ളം വരും. ഇത് നമുക്ക് ഒന്ന് നന്നായി തിളച്ച് വരുന്നവരെ ഒന്ന് കാത്തു നിൽക്കാം. ഇത് ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറു തീയിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. കാരണം ഇതിൽ നമ്മൾ എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഈ വെള്ളം എല്ലാം ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. അതിലാണിത് വേവേണ്ടത്. അതാണ് ഈ ചിക്കൻ്റെ സ്പെഷ്യൽ ടേസ്റ്റിന് കാരണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നെയ്ച്ചോറിൻ്റെ അപ്പത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്